മക്കളെ, ഇന്ന് നമ്മള് ക്രാഷിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് ഇയറിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബോട്ടണിയിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ്. പ്രോബബ്ലി ഞാൻ എടുക്കുന്ന ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ഓഫ് ഓൾ, സോ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? സോ ഗ്രോത്ത് എന്താ ഗ്രോത്ത് എന്ന് വെച്ചാല്, ഗ്രോത്തിന് ഒരു അടിപൊളി ഡെഫിനിഷൻ ഉണ്ട് ടെക്സ്റ്റില്. ഗ്രോത്ത് ഇസ് ദ പെർമനന്റ് ആൻഡ് ഇറവേഴ്സിബിൾ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് എൻ ഓർഗാനിസം, അല്ലെങ്കിൽ സൈസ് ഓഫ് എൻ ഓർഗൻ ഓർ ഇൻഡിവിജ്വൽ സെൽ ഓർ സെൽ വോളിയം, അല്ലെങ്കിൽ ഏരിയ, അല്ലെങ്കിൽ എന്താ പറയാ, എവരിതിങ്. ഏതൊരു ഡയമെൻഷന്റെയും ഇറവേഴ്സിബിൾ ആൻഡ് പെർമനന്റ് ഇൻക്രീസ് ആണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? ഗ്രോത്ത് എന്ന് വിളിക്കുക. നമ്മളെല്ലാവരും ഗ്രോ ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ടത് പ്ലാന്റിന്റെ ഗ്രോത്ത് ആണ്. ഓക്കെ, സോ ഇറവേഴ്സിബിൾ ആയിരിക്കണം, പെർമനന്റ് ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് നിങ്ങൾക്കറിയാം, ഈ മരം വെള്ളത്തിലിട്ടാല് മരം സ്വെല്ല് ചെയ്യും. അതേപോലെ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ ഡോറൊക്കെ ഒന്ന് സ്വെല്ല് ചെയ്യും അല്ലെ? അതിനെയാണ് ഇംബൈബിഷൻ എന്ന് വിളിക്കുക. റൈറ്റ്? സോ ഇംബൈബിഷൻ എന്ന് വെച്ചാല് ഡോറ് സെല്ല് ചെയ്തു, ഡോറിന്റെ സൈസ് കൂടുക ചെയ്യുന്നത്. സോ അതൊരു ഗ്രോത്ത് ആണോ? ഒരിക്കലും അല്ല. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഡോറ് പഴയ പോലെയാവും. റൈറ്റ്? സോ അതൊരു പെർമനന്റ് ഇൻക്രീസ് ഇൻ സൈസ് അല്ല. സോ പെർമനന്റ് ആയിരിക്കണം, ഇറിവേഴ്സിബിൾ ആയിരിക്കണം. റിവേഴ്സിബിൾ ആവാൻ പാടില്ല. അത്തരം അതിനെയാണ് എന്ത് വിളിക്കുക? നമ്മള് ഗ്രോത്ത് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. ഇനി എന്താണ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാല്, ഒരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്ത് തൊട്ട് അതിന്റെ അവസാന കാലം എന്ന് വെച്ചാൽ വയസ്സാവുക, സെനസെൻസ് വരെയുള്ള പീരീഡിലുള്ള ആ ഒരു ലൈഫിനെയാണ് എന്ത് വിളിക്കുക? ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, ജെർമിനേഷൻ തൊട്ട് സെനസെൻസ് വരെയുള്ള പീരീഡ് അതിനെ എന്ത് വിളിക്കുക? ഡെവലപ്മെന്റ് വിളിക്കുക. സോ അതൊക്കെയാണ് ഏറ്റവും ബേസിക് കാര്യങ്ങള്. സോ ഗ്രോത്തിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഗ്രോത്ത് റേറ്റിനെ പറ്റി പഠിക്കാനുണ്ട്. Okay, what do you mean by growth rate? So what do you mean by growth rate? Yeah, growth per unit time. Increased growth per unit. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഗ്രോത്ത് നടക്കുന്നു അതിനെയാണ് എന്ത് വിളിക്കുക? ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് റേറ്റ് രണ്ട് തരത്തില് ഉള്ള ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റ് ഉണ്ട്, ജോമെട്രിക്കൽ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അരിത്തമെറ്റിക് ഉണ്ട്, ജോമെട്രിക്കും ഉണ്ട്. ഓക്കെ, എ പിയും ജി പിയും നിങ്ങൾ പഠിച്ചിട്ടില്ലേ മാത്സിൽ? സെയിം സാധനം. ഇപ്പൊ ഒരു സെല്ലിന്, ഒരു സെല്ല് ഗ്രോ ചെയ്യുക എപ്പോഴാണ് മക്കളെ? സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ഗ്രോ ചെയ്യുക. റൈറ്റ്? ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലാവുന്നു. ഓക്കെ, ഈ രണ്ട് സെല്ലില് ഒരാള് എഗെയിൻ ഡിവൈഡ് ചെയ്തു. ഇയാൾ ഡിവൈഡ് ചെയ്തിട്ട് എഗെയിൻ രണ്ട് സെല്ലാവുന്നു. ഇയാള് they lost their capacity for division. So ഈ ഒന്നിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ടായില്ലേ? ആ രണ്ടെണ്ണത്തിൽ നിന്ന് ഇയാൾ മാത്രമേ ഇനി ഡിവൈഡ് ചെയ്തുള്ളൂ. ഇയാൾക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അങ്ങനെ ഇയാള് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമായി. ഓക്കെ, ഇപ്പൊ ടോട്ടൽ 3 സെല്ലായല്ലോ. ഈ 3 ഇതില് അഗെയിൻ ഈ രണ്ട് സെല്ലുകളിൽ ഒരാൾക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ഇനി ഈ ഒരൊറ്റ ഒരാളെ ഡിവൈഡ് ചെയ്തുള്ളൂ. അപ്പം ഈ ഒന്ന് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായി. പിന്നെ നേരത്തെ രണ്ടെണ്ണം. പുതിയ രണ്ട് സെല്ലില് എഗെയിൻ ഒരാളുടെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. അടുത്ത ഫേസിൽ ഈ ഒരാൾ മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരാൾ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടെണ്ണം, ഈ ബാക്കി 3 എണ്ണം. ഇങ്ങനെയാണ് ഗ്രോത്ത് പോകുന്നതെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? അരിത്തമെറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? അരിത്മെറ്റിക് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അപ്പൊ അരിത്മെറ്റിക് ഗ്രോത്ത് റേറ്റില് ഒരാൾ മാത്രമേ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. ബാക്കി ലോക്ക് സെല്ലുകൾക്കൊക്കെ they lost their capacity for division. അങ്ങനത്തെ ഒരു ഗ്രോത്ത് റേറ്റ് ആർക്കെങ്കിലും, ഇപ്പൊ റൂട്ട് ടിപ്പ്, ഷൂട്ട് ടിപ്പ് ഇവരൊക്കെ വലുതാവുക പൊതുവെ അരിത്മെറ്റിക് ഗ്രോത്ത് റേറ്റിലാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതിനെയാണ് അരിത്മെറ്റിക് ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുക. ഇനി ജോമെട്രിക് എന്ന് വെച്ചാൽ നേരെ തിരിച്ച് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലാവുന്നു. ഈ രണ്ട് സെല്ലില് ഒരാൾക്കും ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നില്ല. രണ്ടാളും എഗെയിൻ ഡിവൈഡ് ചെയ്യും. രണ്ടാളും എഗെയിൻ ഡിവൈഡ് ചെയ്താൽ
എത്ര സെല്ലാവും? 4 സെല്ല്. 4 സെല്ല് എഗെയിൻ 4 പേരും ഡിവൈഡ് ചെയ്താൽ എത്ര സെല്ല്? 8 സെല്ല്. എഗെയിൻ ഡിവൈഡ് ചെയ്താൽ 16 സെല്ല്. സോ എല്ലാ സെല്ലുകളും ഇങ്ങനെ കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഗ്രോത്ത് റേറ്റിനെയാണ് ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റ് എന്ന് നമ്മൾ വിളിക്കുക. സോ അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റും ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റ്. എന്താ ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. സോ ഈ അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റ് അതേപോലെ ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ആ ഗ്രാഫിന്റെ ഷേപ്പ് മാത്രം ആലോചിച്ചാൽ മതി. അരിത്തമെറ്റിക് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇപ്പം y ആക്സിസിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, x ആക്സിസിൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുകയാണെങ്കിൽ, ഗ്രോത്ത് റേറ്റ് അല്ല സോറി ടൈം കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റിന്റെ ഗ്രാഫ് S-shaped ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, സോ ഇത് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അത് സിഗ്മോയിഡ് കർവ്. അതിനെന്താ വിളിക്കുക നമ്മള്? സിഗ്മോയിഡ് കർവ് അല്ലെ. സോ സിഗ്മോയിഡ് കർവിന് 3 ഫേസുകളുണ്ട്. ദിസ് ഈസ് ലാഗ് ഫേസ്, ദിസ് ഈസ് ലോഗ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ്, ആൻഡ് ദിസ് ഈസ് സ്റ്റേഷനറി ഫേസ്. ഇതൊക്കെ എത്രയോ കാലങ്ങളായി നിങ്ങൾ പഠിക്കുന്നതാണ്, സെയിം സാധനം. ഓക്കെ, സോ ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റിന്റെ ഗ്രാഫ് കണ്ടോ? സോ രണ്ടിന്റെ ഇക്വേഷൻ നോക്കുക. നമുക്ക് ജസ്റ്റ് അത്ര ഡീപ്പായിട്ടൊന്നും ഇത് വേണ്ട, ആവശ്യമില്ല. ആ ഇക്വേഷൻ ആലോചിക്കുക, ഗ്രാഫിന്റെ ഷേപ്പ് ആലോചിക്കുക, ഏതിന്റെ ആലോചിച്ചിട്ട്. അപ്പൊ അരിത്തമെറ്റിക് ആണ് സ്ട്രേറ്റ് ലൈൻ. ഇക്വേഷൻ എന്താ? LT is equal to L0 plus RT. കണ്ടാ തന്നെ LT എന്ന് വെച്ചാൽ ലെങ്ത് അറ്റ് ടൈം T, L0 എന്ന് വെച്ചാൽ ഇനീഷ്യൽ ലെങ്ത്, R എന്ന് വെച്ചാൽ ഗ്രോത്ത് റേറ്റ്, T ടൈം. ഇനി ജിയോമെട്രിക് ആണെങ്കിൽ ഇക്വേഷൻ W1 is equal to W0 into e raised to R. എപ്പോഴും എക്സ്പോണൻഷ്യൽ അല്ലേ, അപ്പൊ എക്സ്പോണൻഷ്യൽ ടേമിൽ എഴുതണം. W1 എന്ന് വെച്ചാൽ ഇതേപോലെ ഫൈനൽ വെയിറ്റ് വെച്ചിട്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ വെയിറ്റ് ലെങ്ത് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇവരിവിടെ വെയിറ്റ് വെച്ചാണ് എടുത്തത്. ഓക്കെ, ഇത് ഇനീഷ്യൽ വെയിറ്റ് e raised to R. R again ഗ്രോത്ത് റേറ്റ്. ഓക്കെ, സോ ഇതാണ് 2 ഗ്രോത്ത് റേറ്റുകൾ, അരിത്തമെറ്റിക്കും ജിയോമെട്രിക്കും. ഓക്കെ, യെസ്. ഇനി സോ ഗ്രോത്ത് റേറ്റ് ഇങ്ങനെ നമുക്ക് 2 ലാഗ്, ലോഗ്, സ്റ്റേഷനറി ഫേസ് കേട്ടോ. ലോഗ് ഫേസ് ആണ് എക്സ്പോണൻഷ്യൽ ഫേസ്. സോ എക്സ്പോണൻഷ്യൽ ഫേസിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് നടക്കുക. പിന്നെ ഒരു പീരീഡ് എത്തുമ്പോൾ ഒരു സ്റ്റേഷൻ, അത് പറയാൻ വിട്ടുപോയി. പിന്നെ ഒരു സമയം എത്തുമ്പോ ഇവരെന്തായി പോകും? സ്റ്റേഷനറി ആവും. സ്റ്റേഷനറി ആവുക വെച്ചാൽ പിന്നെ ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും? ഏകദേശം ഒരു എന്താ പറയുക, സ്റ്റേബിൾ ആവും. അതെപ്പോഴാ? വെൻ ദ ന്യൂട്രിയൻസ് ആർ അല്ലെങ്കിൽ റിസോഴ്സസ് ആർ മിനിമം, അല്ലെങ്കിൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. എന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടേണ്ട ഫുഡ്, ഇപ്പൊ എന്ത് സാധനത്തിനാണേലും ഗ്രോത്ത് നടക്കുന്ന സാധനത്തിന് ഫുഡ് കിട്ടിയാലേ ഗ്രോത്ത് നടക്കുള്ളൂ. ഫുഡിന്റെ അളവ് കുറയുകയാണെങ്കിൽ, ഫുഡ് എപ്പോഴാണോ തീരാനാവുന്നത് ആ സമയത്ത് അവരുടെ ഗ്രോത്ത് റേറ്റ് സ്റ്റേബിൾ ആവും. ഓക്കെ, അപ്പൊ അതാണ് ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് ഒരു 2 ലീഫിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ഗ്രോത്ത് റേറ്റിനെ പറ്റി വേറൊരു ടൈപ്പ് ഓഫ് ഗ്രോത്ത് റേറ്റ്, വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ഉണ്ട്, റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റും റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഒന്നുമില്ല, ഒരു ലീഫ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ലീഫ്.
രണ്ടാമത് അത് ഗ്രോ ചെയ്ത് വലുതായ ലീഫ്. ഇത് ഇവിടെ ഒന്നാമത്തെ ലീഫ്, ഇത് ഗ്രോ ചെയ്ത് വലുതായ ലീഫ്. ഓക്കെ, ഇത് ആദ്യം ഇതിന്റെ ഏരിയ ഒരു 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പിന്നെ വലുതായപ്പോ വലുതായ ലീഫിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വെച്ചാൽ. ഓക്കെ, അതേപോലെ ഇവിടെ 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആദ്യത്തെ പിന്നെ ഏരിയ. പിന്നെ വലുതായപ്പോ അതൊരു 30 സെന്റിമീറ്റർ സ്ക്വയർ ആയെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ആർക്കാ കൂടുതൽ, റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ആർക്കാ കൂടുതൽ? എന്താണ് ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്? ടോട്ടൽ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ആണത് ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്. ആ വേർഡ് തന്നെ ഉണ്ട്, ടോട്ടൽ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. അപ്പൊ ഇവിടെ നോക്കിയേ 5 10 ആവുകയാണ് ചെയ്തത്. ഓക്കെ, സോ ആ ഒരു ടോട്ടൽ ഗ്രോത്ത് എത്ര ഇവിടെ 5 സെന്റിമീറ്റർ ആണ് വ്യത്യാസം. നിങ്ങൾക്ക് 10 15 എന്ന് വെച്ചോ, അങ്ങനെ ആലോചിച്ചോ. 10 15 ആയെങ്കിൽ ടോട്ടൽ അവിടെ ഉണ്ടായ ഗ്രോത്ത് എത്രയാ? 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ലീഫ് വളർന്നത് ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 25 30 ആവുക ചെയ്തത്, 5 സെന്റിമീറ്റർ ആണ് വലുതായത്. റൈറ്റ്, അപ്പൊ രണ്ടിലുണ്ടായ ഗ്രോത്ത് റേറ്റ് സെയിം ആണ്, ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് സെയിം ആണ്. രണ്ടിലുണ്ടായ ഡിഫറൻസ് എത്രയാ? 5. സോറി ഇവിടെ 5 10 15 എടുത്താൽ ശരിയല്ല, 5 10 തന്നെ എടുക്കാം നമുക്ക്. സോ രണ്ടിലുണ്ടായത് ആ ഡിഫറൻസ് സെയിം തന്നെ അല്ലെ. ഉണ്ടായ വ്യത്യാസം എത്രയാ? 5 സെന്റിമീറ്റർ സ്ക്വയർ എന്നെയാണ് ലീഫ് വളർന്നത്. ഇവിടെയാണേലും ശരി, ഇവിടെയാണേലും ശരി. ഓക്കെ ഓക്കെ, ഇനി എന്താണ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ പാരാമീറ്ററിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഗ്രോത്ത്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഇനീഷ്യൽ പാരാമീറ്റർ എത്രയാ? ആദ്യത്തെ ഇത് 5 സെന്റിമീറ്റർ, പിന്നെ അത് എത്രയായി? 10 എന്ന് വെച്ചാൽ നേരെ ഇരട്ടിയാവുക ചെയ്തത്. റൈറ്റ്, ഇവിടെയോ 25 30 ആവും. 25 50 ആയിട്ടില്ല, 25 എന്തായിട്ടുള്ളൂ? 30, കുറച്ച് കൂടിയിട്ടേ ഉള്ളൂ. സോ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ആദ്യത്തേനെ കമ്പയർ ചെയ്തിട്ടുള്ള ഗ്രോത്ത് റേറ്റ് കൂടുതൽ, ഗ്രോത്ത് കൂടുതൽ ഏതിനാണ്? ഇതിനാണോ കൂടുതൽ? ഇതിനാണോ? ഇത് ഈ ലീഫ് ഏകദേശം ഇരട്ടിയായി, ഇത് ഇരട്ടി ഒന്നും ആയില്ല, കുറച്ചുകൂടി. സോ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് കൂടുതൽ ആർക്കാണ് മക്കളെ? ഇതിനാണ്. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റോ രണ്ടിനും സെയിം ആണ്, കാരണം രണ്ടിലും ഉണ്ടായ ഇൻക്രീസ് സെയിം ആണ്. ഇവിടെ 5 10 ആവാന്ന് വെച്ചാൽ 5 ആണ് കൂടിയത്, ഇവിടെ 25 30 ആവാന്ന് വെച്ചാലും 5 ആണ് കൂടിയത്. സോ ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. മറ്റേതോ ഗ്രോത്ത് കമ്പയർഡ് ടു ഇനീഷ്യൽ പാരാമീറ്റർ, അതിനാണ് ഇത് വിളിക്കുക റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, യെസ്. സോ ഗ്രോത്ത് റേറ്റിന് 2 ക്ലാസിഫിക്കേഷൻ ആണ് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റും മറ്റേത് ജോമെട്രിക് ഗ്രോത്ത് റേറ്റും. അത് രണ്ടാമത്തത് ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റും റിലേറ്റീവ് ഗ്രോത്ത് റേറ്റും. അരിത്തമെറ്റിക്കിന്റെ ഗ്രാഫിന്റെ ഇക്വേഷൻ LT is equal to L0 plus RT. മറ്റേതില് W1 is equal to W0 into E raised to RT. ഒന്ന് സിഗ്മോയിഡ് കർവ് ആണ്, ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡെവലപ്മെന്റ് ചെയ്യാൻ പറഞ്ഞു അല്ലെ. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്തോട്ട് ആ സീഡിന്റെ അവസാന കാലം, സെനസൻസ് അല്ലെ, വയസ്സാവുന്നവരെ ആ ഒരു പീരീഡ് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കൂടെ ആകത്തുക ആണെന്ത്? ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലാവുന്നു. ആ രണ്ടാളില് ഒരാള് they lost their capacity for division, right? So നിങ്ങൾക്ക് ഞാൻ കുറെ തവണ പറഞ്ഞതാണ്, ഒരു സെല്ല് ഫുൾ ടൈം ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് വിളിക്കുക അല്ലെ. കീപ് ഓൺ ഡിവൈഡിങ് ചെയ്യുന്ന സെല്ലിനാണ് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് വിളിക്കുക. സോ ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലിന് ചില സെല്ലുകൾ, മെരിസ്റ്റമാറ്റിക്കിലെ ചില സെല്ലുകൾക്ക് they lost their capacity for division and they become mature. അവര് പിന്നെ മെച്ചുർ ആവാൻ നമ്മൾ പറയാം. എന്താവാ? മെച്ചുർ ആവും. പിന്നെ അവർ ഡിവൈഡ് ചെയ്യോ? ഇല്ല. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത്, അതിനെ വിളിക്കുന്ന ടേം ആണ് എന്ത്? ഡിഫറൻസിയേഷൻ. എന്താ വിളിക്കുക? ഡിഫറൻസിയേഷൻ. ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഇനി ഇവര് പ്രത്യേക ഫംഗ്ഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ, ഇവരിനി ഡിവൈഡ് ചെയ്യില്ല. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഡിഫറൻസിയേഷൻ കുറെ എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ. ഇപ്പം പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറൻകൈമ, ഇവരൊക്കെ പാരൻകൈമ ഒക്കെ ആയത് എങ്ങനെയാ? ഏതോ മെരിസ്റ്റമാറ്റിക് സെൽ. പാരൻകൈമ എന്ന് വെച്ചാൽ ഒരു പെർമനന്റ് ടിഷ്യൂ ആണ്, അനാട്ടമി പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്.
ആ പെർമനന്റ് ടിഷ്യൂ എന്ന് വെച്ചാൽ മെച്ചുവർ ആയ ടിഷ്യൂ. ദാറ്റ് മീൻസ് ദേ ഹാവ് നോ അബിലിറ്റി ടു ഡിവൈഡ്. ഓക്കെ, അപ്പൊ ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത അത്തരം സെല്ലുകളൊക്കെ ഏതോ മെരിസ്റ്റമാറ്റിക് സെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഉണ്ടായതാണ്. അപ്പൊ അതൊക്കെ എന്തിന് എക്സാമ്പിളാ? ഡിഫറൻഷിയേഷൻ എക്സാമ്പിളാണ്. ഇനി ഈ ഡിഫറൻഷിയേറ്റഡ് ആയ നമ്മുടെ ഈ സെല്ല് സംടൈംസ് ചില സാഹചര്യങ്ങളിൽ ചില ഡിഫറൻഷിയേറ്റഡ് സെൽസ് റീഗെയിൻ ദെയർ കപ്പാസിറ്റി ഫോർ ഡിവിഷൻ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡി ഡിഫറൻസിയേഷൻ. എന്താ പറയുക? ഡി ഡിഫറൻസിയേഷൻ. ഓക്കെ, സോ ഇത് മെരിസ്റ്റമാറ്റിക് സെൽ, ഇത് പെർമനന്റ് സെല്ല്. ദാറ്റ് പെർമനന്റ് അഗൈൻ മെരിസ്റ്റമാറ്റിക് ആവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? ഡി ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുക. ഇതും നമ്മള് അനാട്ടമിയില് ഇവർക്ക് എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. ഇന്റർഫെസിക്കുലർ കാമ്പിയം ആൻഡ് കോർക്ക് കാമ്പിയം ഒക്കെ ഓർമ്മയുണ്ടോ? ഇന്റർഫെസിക്കുലർ കാമ്പിയം അതേപോലെ കോർക്ക് കാമ്പിയം ഒക്കെ ഓർമ്മയുണ്ടോ നമുക്ക്? ഇപ്പം നമ്മള് കോർ കാമ്പിയം ഞാനൊന്ന് പെട്ടെന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഇതില്ലേടോ എന്താ കോർട്ടെക്സ് ഒക്കെ ഞാൻ വരച്ചില്ലായിരുന്നോ? കോർട്ടെക്സ്, കോർട്ടിക്കൽ സെൽസ്, അനാട്ടമിയിൽ കോർട്ടിക്കൽ സെൽസ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഈ കോർട്ടിക്കൽ സെൽസ്, കോർട്ടെക്സിലെ സെൽസ് പാരൻകൈമാറ്റസ് സെൽസുകളാണ്. പാരൻകൈമാറ്റസ് സെൽസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ദേ ആർ പെർമനന്റ് സെൽസ്. പെർമനന്റ് സെൽസ്, പെർമനന്റ് സെൽ എന്ന് വെച്ചാൽ എന്ത് കഴിഞ്ഞ സെല്ലാ? ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ് ആര്? പാരൻകൈമ സെൽസ്. ഓക്കെ, സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത്, ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത്, ഈ കോർട്ടെക്സിലുള്ള ഇത്രയും കോർട്ടെക്സിലുള്ള ചില റീജിയനിലെ സെല്ലുകള് again they become meristematic. Suppose ഇത്രയും റീജിയനിലുള്ള ഇത്രയും സെല്ലുകൾ എന്താവും മക്കളെ? മെരിസ്റ്റമാറ്റിക് ആവും. ഓക്കെ, സോ ആ മെരിസ്റ്റമാറ്റിക് ആയി, ആ മെരിസ്റ്റമാറ്റിക് ആയ ഈ ഒരു ലെയർ ഓഫ് സെല്ലിനാണ് നമ്മൾ കോർക്ക് കാമ്പിയം എന്ന് പറയാം. എന്താ വിളിക്കുക? കോർക്ക് കാമ്പിയം. ഓക്കെ, അപ്പം ഡിഫറൻഷിയേറ്റഡ് ആയ പാരൻകൈമ സെൽസ് അഗെയിൻ മെരിസ്റ്റമാറ്റിക് ആയി. അപ്പം അതിനെ ആണ് എന്ത് വിളിക്കുക? ഡി ഡിഫറൻസിയേഷൻ. എന്താ വിളിക്കുക? ഡി ഡിഫറൻസിയേഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് കോർക്ക് കാമ്പിയം. കോർക്ക് കാമ്പിയം ആണ് പിന്നീട് ഈ മെരിസ്റ്റമാറ്റിക് ആയ കോർക്ക് കാമ്പിയം ആണ് പിന്നീട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മറ്റേ പെരീഡവും എന്നൊക്കെ നമ്മൾ പഠിച്ചൊരു സാധനം ഓർമ്മയുണ്ടോ? കോർക്ക്, ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനത്തിനൊക്കെ ഉണ്ടാകുന്ന ആരാ? നമ്മുടെ കോർക്ക് കാമ്പിയം ആണ്. ഓക്കെ, സോ ഈ കോർക്ക് കാമ്പിയം എന്ത് ചെയ്യുന്ന വെച്ചാൽ മെരിസ്റ്റമാറ്റിക് ആയ കോർക്ക് കാമ്പിയം ഡിവൈഡ് ചെയ്തിട്ട് കോർക്കും ഉണ്ടാക്കും, അതേപോലെ സെക്കൻഡറി കോർട്ടക്സും ഉണ്ടാക്കും. സോ അത് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല, അത് അനാട്ടമിയിൽ എനിക്ക് പഠിക്കുന്ന സാധനമാണ് അത്. ഓക്കെ, വാട്ട് എവർ. ഡി ഡിഫറൻസിയേഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം കോർക്ക് കാമ്പിയം ആൻഡ് ഇന്റർഫെസിക്കുലർ കാമ്പിയം. സോ കോർക്ക് കാമ്പിയം ഉണ്ടാക്കുക കോർക്കിനെയും അതേപോലെ സെക്കൻഡറി കോർട്ടക്സിനെ, കോർക്കിനെയും സെക്കൻഡറി കോർട്ടക്സിനെയാണ് കോർക്ക് കാമ്പിയം ഉണ്ടാക്കുക. മെരിസ്റ്റമാറ്റിക് ആണല്ലോ, ഇതിന് പുതിയ സെൽ ഉണ്ടാക്കുകയാണ് കോർക്ക് ആൻഡ് സെക്കൻഡറി കോർട്ടക്സ്. ഇനി ഇന്റർഫെസിക്കുലർ കാമ്പിയം എന്ന് വെച്ചാൽ എന്താ? ഇപ്പം ഒരു സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുത്താല് ഇങ്ങനെയാ ഉണ്ടാവുക. This is xylem, this is phloem. Xylem, phloem. Xylem, phloem. Xylem, phloem. ഇങ്ങനെയാണെന്ന് വെച്ചോ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡറി ഗ്രോത്തിന്റെ ടൈമിൽ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് കാമ്പിയം ഡെവലപ്പ് ചെയ്യും. അവരെയാണ് ഇന്റർഫെസിക്കുലർ കാമ്പിയം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇന്റർഫെസിക്കുലർ കാമ്പിയം എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ ഇതാ ഈ ഒരു റീജിയനിലാണ് ആ കാമ്പിയം ഉണ്ടാവുക. ഈ ഒരു റീജിയനിലെ സെല്ല് പാരൻകൈമാറ്റസ് സെൽസ് അഥവാ ഡി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയിരുന്നു. അവരാണ് പിന്നീട് ഡി ഡിഫറൻഷിയേഷൻ നടന്നിട്ട്, സോറി, ഈ റീജിയനിലെ സെല്ല് എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായത് ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയിരുന്നു, ഡിഫറൻഷിയേറ്റഡ് പാരൻകൈമസ് സെൽസ്. അവരാണ് ഡി ഡിഫറൻഷിയേഷൻ നടന്നിട്ട് കാമ്പിയം ആവുന്നത്. ഈ കാമ്പിയത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ഇന്റർഫെസിക്കുലർ കാമ്പിയം. എന്താ വിളിക്കുക?
ഇന്റർഫെസിക്കുലാർ കാമ്പിയം എന്നുവെച്ചാൽ ഇവര്. സോ ഇവരെന്തിന് എക്സാമ്പിളാ? ഡി ഡിഫറൻസിയേഷൻ എക്സാമ്പിളാ. ഇനി സൈലത്തിന്റെ ഫ്ലോയിഡിന്റെ ഇടയിൽ ഒരു കാമ്പിയം കണ്ടോ? അവരെയാണ് എന്താ വിളിക്കുക? ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. എന്താ വിളിക്കുക? ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം എന്ന് വെച്ചാൽ ഡി ഡിഫറൻസിയേഷൻ നടക്കുന്നവരല്ല, പകരം ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ് ആര്? ഇൻട്രാഫെസിക്കുലാർ സൈലത്തിന്റെയും ഫ്ലോയിഡിന്റെ ഇടയിലുള്ള കാമ്പിയം. ഓക്കെ, എന്ന് വെച്ചാൽ അവരവിടെ തന്നെ ഉണ്ട്. ജനിക്കുമ്പോഴേ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം അവിടെ തന്നെ ഉണ്ട്. സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഉണ്ടാകുന്നവരല്ല ആര്? ഇൻട്രാഫെസിക്കുലാർ. മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് അനാട്ടമിയില് നല്ലൊരു ഐഡിയ വേണം. അത് ഇതാണ് ഇന്റർഫെസിക്കുലാർ. പുതിയതായിട്ടുണ്ടാകുന്ന ഏതോ ഒരു ഡിഫറൻഷിയേറ്റഡ് സെല്ലിന് മെരിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഡിഫറൻസിയേഷൻ നടന്നുണ്ടാവരാണ് ഇന്റർഫെസിക്കുലാർ. ഇൻട്രാ എന്ന് വെച്ചാൽ ഓൾറെഡി സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഉള്ളിലുള്ളവരാണ് ആര്? ഇൻട്രാ. മനസ്സിലാവുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം ആലോചിക്കാം. ഇന്ററിന് എന്താ നടക്കുന്നത്? ഡി ഡിഫറൻസിയേഷൻ ആണ് നടന്നത്. ഇൻട്രാ എങ്ങനെയുണ്ടായത്? ഡിഫറൻസിയേഷൻ നടന്നിട്ടാണ് ഏതുണ്ടായത്? ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം ഉണ്ടായത്. ഓക്കെ, സോ ഡിഫറൻസിയേഷൻ എന്താന്ന് മനസ്സിലായി, ഡി ഡിഫറൻസിയേഷൻ എന്താന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഇസ് റീഡിഫറൻസിയേഷൻ. അപ്പം ഏതോ പെർമനന്റിന് അഗൈൻ ഡി ഡിഫറൻസിയേഷൻ മെരിസ്റ്റമാറ്റിക് ആയെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ആ മെരിസ്റ്റമാറ്റിക് സെല്ല് അഗൈൻ lost their capacity for division and become permanent. That is known as redifferentiation. എന്താ വിളിക്കുക? റീഡിഫറൻസിയേഷൻ. പിന്നെ പെർമനന്റ് ആയി മാറുകയാണെങ്കിൽ അതിനെയാണ് എന്താ വിളിക്കുക? റീഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, യെസ്. അപ്പൊ എന്താ സാധനം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് എടുക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the important phase of angiosperm that precedes flowering phase. നിങ്ങൾക്കറിയാം ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിൽ ഉണ്ടാകുന്ന 3 ഫേസുകളാണ് ഉള്ളത് അല്ലേ? സോ നമ്മള് +2 അത് പഠിച്ചതാ. ഏതൊക്കെയാ 3 ഫേസ്? ജനിച്ചപ്പോൾ ഉള്ള ഫേസ് പറഞ്ഞേ. 3 ഫേസിലായിരുന്നോ? നമ്മൾ റീപ്രൊഡക്ഷനിലൂടെ ജുവനൈൽ ഫേസ്, രണ്ടാമത്തത് റീപ്രൊഡക്റ്റീവ് ഫേസ്, മൂന്നാമത്തത് സെനസൻ ഫേസ് അല്ലെ ഓൾഡ് ഏജ് അല്ലെ. ജുവനൈൽ ഫേസ് പ്ലാന്റിൽ വിളിക്കുന്ന പേരായിരുന്നു വെജിറ്റേറ്റീവ് ഫേസ്. രണ്ടാമത്തത് 3 ഫേസസ് ഓഫ് ഗ്രോത്ത്. 3 ഫേസസ് ആണുള്ളത്. ഒന്നാമത്തത് ജുവനൈൽ. പ്ലാന്റിൽ അതിനെന്താ വിളിക്കും? വെജിറ്റേറ്റീവ് ഫേസ് എന്നാ വിളിക്കുക. ഒരു പ്ലാന്റ് ജനിച്ച് ഫ്ലവറിങ്ങിന് തൊട്ട് മുമ്പേ വരെയുള്ള കാലയളവാണ് വെജിറ്റേറ്റീവ് ഫേസ്. രണ്ടാമതാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് വെച്ചാൽ അപ്പൊ എന്താ നടക്കുക? ഫ്ലവറിംഗ് ആണ് നടക്കുക, അഥവാ ഫ്ലവറിംഗ്. മൂന്നാമത്താണ് സെനസൻസ് അഥവാ ഓൾഡ് ഏജ്, മരിക്കാനായ ഫേസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേ? ഇമ്പോർട്ടന്റ് ഫേസ് ഓഫ് ആൻജിയോസ്പേം ദാറ്റ് പ്രീസീഡ് ഫ്ലവറിംഗ് ഫേസിന് മുമ്പേ ഉള്ളതാ ചോദിച്ചത്. ഫ്ലവറിംഗ് ഫേസിന് മുമ്പേ ഉള്ള ഫേസ് ഏതാ? വെജിറ്റേറ്റീവ് ഫേസ്. ഏതാ? വെജിറ്റേറ്റീവ് ഫേസ്. ഇനി സെല്ലിംഗ് ഓഫ് എ പീസ് ഓഫ് ഡ്രൈ വുഡ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സ്വെല്ലിംഗ് ഓഫ് എ പീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സ്വെല്ലിംഗ് എന്ന് വെച്ചാൽ ഗ്രോത്ത് ആണോ? ഈവൻ അതിന്റെ സൈസ് കൂടുന്ന വെച്ചാൽ ഗ്രോത്ത് അല്ല. ഇറ്റ് ഇസ് നോട്ട് ആൻ ഇറിവേഴ്സിബിൾ ആൻഡ് പെർമനന്റ് ഇൻക്രീസ് അല്ലെ. സോ ഇംബൈബിഷൻ is the answer. Irreversible permanent increase in size of an organ or parts or even a single cell. ഒരു ഓർഗൻ ആയിക്കോട്ടെ, അതിന്റെ പാർട്സ് ആയിക്കോട്ടെ, ഒരു സിംഗിൾ സെൽ ആയിക്കോട്ടെ, സൈസ് ഇറിവേഴ്സിബിൾ ആയി കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് വിളിക്കുക അല്ലെ. സോ ആൻസർ ഇസ് ഗ്രോത്ത്. മെരിസ്റ്റംസ് ജനറലി സീസ് ടു ഡിവൈഡ് ആഫ്റ്റർ എ സർട്ടൻ ഗ്രോത്ത്. അത്തരം മെരിസ്റ്റത്തിന് എന്താ വിളിക്കുക?
നമ്മള് മെരിസ്റ്റത്തിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയി പഠിച്ചത് അനാട്ടമിയിലാണ് അല്ലെ. മെരിസ്റ്റം പ്രൈമറി മെരിസ്റ്റം ഉണ്ട്, സെക്കൻഡറി മെരിസ്റ്റം ഉണ്ട്. പ്രൈമറി മെരിസ്റ്റം തന്നെ 2 ടൈപ്പാണ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു? അപ്പൈക്കൽ മെരിസ്റ്റവും അതേപോലെ ഇന്റർകാലറി മെരിസ്റ്റം. അപ്പൈക്കൽ മെരിസ്റ്റം എഗെയിൻ 2 റൂട്ട് അപ്പൈക്കൽ മെരിസ്റ്റം, ഷൂട്ട് അപ്പൈക്കൽ മെരിസ്റ്റം. റൂട്ട് അപ്പൈക്കൽ മെരിസ്റ്റം, ഷൂട്ട് അപ്പൈക്കൽ മെരിസ്റ്റം എല്ലാ കാലവും ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. ഓക്കെ. പക്ഷെ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സ്റ്റെം ആണ്. ഈ നോഡിന്റെ അടുത്ത് കാണുന്ന മെരിസ്റ്റത്തിനെയാണ് എന്ത് വിളിക്കുക നമ്മള്? നോഡില്ലേ മക്കളെ? നോഡ് ഇന്റർനോഡ് വരെ അല്ലേ? നോഡിന്റെ അടുത്ത് കാണുന്ന മെരിസ്റ്റം ആണ് ഇന്റർകാലറി മെരിസ്റ്റം. ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ ഡിവിഷൻ എന്ന് പറഞ്ഞ പരിപാടി നിർത്തും. ഓക്കെ. സോ ഇതിലെ ആൻസർ ഏതാ? ഇന്റർകാലറി മെരിസ്റ്റം. സോ സി ഇസ് ദ ആൻസർ. Which of this is not growth? Increase in cell volume, increase in cell number, increase in pollen tube growth, increase in size of swelling seed. Answer: increase in size of swelling seed. Growth can be measured or expressed with dry weight difference, fresh weight difference, calculating surface area of cell, number of cell, all the above. So growth നമുക്ക് പല രീതിയിൽ അളക്കാൻ പറ്റും. ഓക്കെ. സോ പ്ലാന്റില് ഗ്രോത്ത് അളക്കാൻ ഒരു ഡിവൈസ് അടക്കമുണ്ട്. ആ ഡിവൈസിന്റെ പേരാണ് ആർക്ക് ഓക്സണോമീറ്റർ എന്നൊക്കെ. പേര് ആർക്ക് ഓക്സണോമീറ്റർ. ഓക്കെ. ഒരു പുള്ളിയൊക്കെ വെച്ച് നല്ല രസമാണ്. അതിന്റെ പിക്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് പ്ലാന്റിൽ എത്ര ഗ്രോത്ത് നടക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഗ്രോത്ത് എങ്ങനെയാ, അല്ലെങ്കിൽ എങ്ങനെ നടന്നോന്ന്, ഗ്രോത്ത് നടന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പല പാരാമീറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ നമ്പർ ആയിരിക്കും, ചിലപ്പോൾ ഏരിയ ആയിരിക്കും, ഓക്കെ, ചിലപ്പോൾ ലെങ്ത് ആയിരിക്കും, വെയിറ്റ് ആയിരിക്കും. സോ ആൻസർ ഓൾ ദി above. In geometrical phase of growth, the division occur in geometrical growth. അപ്പൊ 2 ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആയിരുന്നു, അരിത്തമെറ്റിക്കും ജോമെട്രിക്കും. ജോമെട്രിക് എന്ന് വെച്ചാൽ എല്ലാ സെൽസും ഡിവൈഡ് ചെയ്യുന്നതിനായിരുന്നു നമ്മൾ എന്ത് വിളിച്ചത്? ജോമെട്രിക്കൽ ഗ്രോത്ത് എന്ന് വിളിച്ചല്ലേ. So answer is in all cells. D is the answer. If a plant growth is in constant rate, as in root tip, it may be termed as constant rate ആണ്. എന്ന് വെച്ചാൽ ഇത് ഒറ്റ സെല്ല് മാത്രം ഡിവൈഡ് ചെയ്യും. അതാണ് എന്ത്? അരിത്തമെറ്റിക് ഗ്രോത്ത് അഥവാ B is the answer. Okay. Measurement and comparison of total growth in unit time. Total growth in unit time is known as absolute growth. Okay. 9A is the answer. Right? Plant growth may be affected by. Yes. എന്തൊക്കെയാണ് ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? സോ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യണമെങ്കിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ? ടെമ്പറേച്ചർ ഉണ്ട്, അതേപോലെ ലൈറ്റ് ഉണ്ട്. ലൈറ്റിനൊക്കെ അറിയാം, ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ ലൈറ്റ് വേണം. ഓക്കെ. പിന്നെ ഓക്സിജൻ ഉണ്ട്, റൈറ്റ്. വാട്ടർ ഉണ്ട്. വാട്ടർ എങ്ങനെയാ സഹായിക്കുക? വാട്ടർ ഉണ്ടെങ്കിലേ, വാട്ടർ ഇപ്പൊ സെല്ലിലോട്ടേക്ക് വെള്ളം കയറിയാൽ മാത്രമേ സെല്ല് ടേർജ്ഡ് ആവത്തുള്ളൂ, വീർക്കുള്ളൂ. വീർത്താൽ മാത്രമേ സെല്ല് ഗ്രോ ചെയ്യത്തുള്ളൂ. ഓക്കെ. സോ പിന്നെ അതേപോലെ എസെൻഷ്യൽ എലമെന്റ്സ്, നമ്മൾ മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? എൻസൈംസ്, ഇവരൊക്കെ എന്തിനു ആവശ്യമാണ്? ഗ്രോത്തിന് ആവശ്യമാണ്. സോ ഇവിടെ ആൻസർ ഇസ് ഓൾ ദി അബവ്. 10ാമത്തെ ആൻസർ ഇ. നെക്സ്റ്റ് 11ാമത്തെ. Intravesicular cambium is an example for. Intravesicular cambium എന്തിന് എക്സാമ്പിൾ ആണോ? ഇൻട്രാ ഡിഫറൻസിയേഷൻ ഓർ ഡി ഡിഫറൻസിയേഷൻ? ഡിഫറൻസിയേഷൻ നമ്മൾ പറഞ്ഞു. Intravesicular cambium and co-cambium may be termed as product of D-differentiation. A is the answer. Parenchyma cells made to divide under controlled air condition is an example for. Parenchyma cell എന്ന് വെച്ചാൽ ഓൾറെഡി ഡിഫറൻഷിയേറ്റഡ് സെൽസിനെയാണ് പാരൻകൈമ എന്ന് വിളിക്കുന്നത്, ആണല്ലോ. അവർ ഇനിയും ഡിവൈഡ് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം they again become meristematic. That process is D-differentiation. D is the answer. 2 different types of leaves seen in coriander is an example for biological plasticity. Means that the plasticity നമുക്ക് പറയാം. Okay. So ചില പ്ലാന്റ്സ്
ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ പോലെ കൊറിയാണ്ടറിന്റെ ഒക്കെ ലീഫ്, ലാക്സ്പർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവര് രണ്ട് കണ്ടീഷൻസിൽ അവരുടെ സ്ട്രക്ചേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കും. രണ്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ എൻവയൺമെന്റ് മാറുന്നതിനനുസരിച്ച്. എങ്ങനെയാ? എൻവയൺമെന്റ് മാറുന്നതിനനുസരിച്ച് എന്ന് വെച്ചാൽ ചില പ്ലാന്റ് കരയിൽ കാണും, വെള്ളത്തിലും കാണും. കരയിലുള്ള എൻവയൺമെന്റ് സമയത്ത് അവരൊരു സ്ട്രക്ചർ സ്വീകരിക്കും, വെള്ളത്തിലാകുന്ന സമയത്ത് വേറെ സ്ട്രക്ചർ സ്വീകരിക്കും. അതാണ് ഒന്ന്, എൻവയൺമെന്റ് അനുസരിച്ച്. രണ്ടാമത്തത് അവരുടെ എന്താ പറയാ ലൈഫ് സ്പാൻ അനുസരിച്ച്. എന്ന് വെച്ചാൽ ലൈഫ് സ്പാൻ അല്ല, എന്താ നമ്മളതിന് പറയാ, ഏജ് അനുസരിച്ച്. എന്ന് വെച്ചാല് ചെറിയ കാലത്ത് ജുവനൈൽ ആയിട്ടിരിക്കും, കുട്ടിയായിരിക്കുമ്പോ അവരൊരു സ്ട്രക്ചർ കാണിക്കും, വലുതാകുമ്പോ വേറെ സ്ട്രക്ചർ കാണിക്കും. എന്ന് വെച്ചാൽ എൻവയൺമെന്റിനനുസരിച്ചും അതേപോലെ ഏജ് അനുസരിച്ചും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് സ്വീകരിക്കുന്ന ആ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. എന്താ പറയാ? പ്ലാസ്റ്റിസിറ്റി. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഹെട്രോഫിലി ഇൻ കോട്ടൺ. സോ കോട്ടന്റെ പ്രത്യേകത, ആ കോട്ടന്റെ ലീഫ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നല്ല പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലീഫ് പല സമയത്തും പല സ്ട്രക്ചേഴ്സ് ആണ് കാണിക്കുക. അപ്പൊ സ്ട്രക്ചേഴ്സിന്റെ ലീഫിന്റെ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഡിഫറെന്റ് അങ്ങനെ സ്ട്രക്ചേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുക എൻവയൺമെന്റ് മാറുന്നതിനനുസരിച്ച്. ഇതിനെ എന്താ വിളിക്കുക? പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? പ്ലാസ്റ്റിസിറ്റി. ഓക്കെ. Identify the wrong statement of the following. Development is considered as the sum of growth and differentiation. ശരിയാണ്. ഗ്രോത്തും ഡിഫറൻഷിയേഷനും എല്ലാം കൂടിയാണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് is under the control of genetic and growth regulators. സോ എല്ലാ പ്ലാന്റിന്റെ ഡെവലപ്മെന്റ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില പ്ലാന്റ് ചില ഒരു ഫേസ് കഴിഞ്ഞാൽ പിന്നെ ഗ്രോ ചെയ്യത്തേയില്ല, ചിലർ കുറെ കാലം ഗ്രോ ചെയ്യും. അപ്പൊ അത് അതിന്റെ ജനറ്റിക് ആൻഡ് പിന്നെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ഒക്കെ അളവൊക്കെ എത്രയുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. ഡിഫറൻസ് ഇൻ ഷേപ്പ് ഓഫ് ലീവ്സ് മേ ബി ഡ്യൂ ടു എഫക്ട് ഓഫ് എൻവയൺമെന്റ്. ഷേപ്പ് ഓഫ് ലീവ്സ് ഞാൻ പറഞ്ഞു. ഷേപ്പ് പിന്നെ നമ്മള് കഴിഞ്ഞ ജിംനോസ്പോം ഒക്കെ പഠിച്ചിട്ടുണ്ട്. നീഡിൽ ലൈക്ക് ലീവ്സ് ആയിരിക്കും ചില സ്ഥലത്ത്. അതേപോലെ ഡെസേർട്ടിലൊക്കെ ലീഫ് ഒന്നും ഉണ്ടാവില്ല, ലീഫ് ഇസ് റെഡ്യൂസ്ഡ് ഇൻ ടു സ്പൈൻ എന്നൊക്കെ. കാരണം ഇതൊക്കെ സ്ട്രക്ചർ മാറാൻ കാരണം ഇതൊക്കെ എൻവയൺമെന്റിനനുസരിച്ച് എൻവയൺമെന്റുമായിട്ട് എന്താ പറയാ കോപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഒരു പ്രത്യേക സ്ട്രക്ചർ സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ശരിയാണ് അത്. നാലാമത്തത്, ഫൈനൽ സ്ട്രക്ചർ ഓഫ് മെച്യൂരിറ്റി ഓഫ് എ സെൽ ഓർ ടിഷ്യൂ is determined by the location of the cell within. എവിടെയാണോ സെല്ല് ലൊക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. ഓക്സിജൻ ആൻഡ് എനർജി ഇസ് നോട്ട് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഗ്രോത്ത്. ഓക്സിജൻ വേണം, എനർജി വേണം. ഓക്കെ. സോ ആൻസർ റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചത്? ഈസ് ദ ആൻസർ. ഓക്കെ. അടുത്തത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് വേണ്ടത്. ടെമ്പറേച്ചർ വേണം, ലൈറ്റ് വേണം, വാട്ടർ വേണം, ഓക്സിജൻ വേണം, എസെൻഷ്യൽ ന്യൂട്രിയൻസ് വേണം അല്ലെ, മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണം. റൈറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് വേണം അല്ലെ ഫോട്ടോസിന്തസിസിന്. ഓക്കെ. ഇതൊന്നും അല്ലാതെ വേറൊരാൾ വേണം, ദാറ്റ് ഈസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. സോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താണെന്നും പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എങ്ങനെയാണ് ഗ്രോത്തിനെ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനെ സ്വാധീനിക്കാന്നൊക്കെ നമുക്ക് നോക്കാം. സോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്താണെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. സോ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഓൾസോ നോൺ ആസ് പ്ലാന്റ് ഹോർമോൺസ് അഥവാ ഫൈറ്റോ ഹോർമോൺസ് എന്നൊക്കെ അവർ വിളിക്കും. ഓക്കെ. എന്താണ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ എന്ന് വെച്ചാൽ ദേ ആർ സ്മോൾ മോളിക്യൂൾസ് ഇൻവോൾവ് ഇൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ ഇൻഹിബിറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള പിന്നെ ആ ഒരു എന്താ സ്മോൾ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്ന പേരാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, PGR എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കും. ഓക്കെ. അപ്പം റെഗുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ എപ്പോഴും ഗ്രോത്ത് കൂട്ടുകയാണെന്ന് മാത്രമൊന്നും വിചാരിക്കരുത്. കൂട്ട് മാത്രമല്ല, ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരെയും എന്ത് വിളിക്കും? റെഗുലേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ. സോ PGR നമുക്ക്
ഹോർമോൺസ് അഥവാ പ്ലാന്റ് ഹോർമോൺസ് ആണ്. നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാ? ഓക്സിൻസ്, ജിബെർലിക് ആസിഡ്, സൈറ്റോകൈനിൻ, ethylene and abscisic acid. അഞ്ചെണ്ണമാണ് പഠിക്കാനുള്ളത്. ഇതില് ചിലര് പ്രൊമോഷൻ ആയിരിക്കും, പ്രൊമോട്ട് ചെയ്യുക ഗ്രോത്തിനെ, ചിലര് ഇൻഹിബിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ ആരൊക്കെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാ? ഓക്സിൻസും ജിബെർലിക് ആസിഡും അതേപോലെ സൈറ്റോകൈൻസ്. ആദ്യത്തെ 3 പേരാണ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, ദേ ആർ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണ്. എഥിലീനും ആബ്സിസിക് ആസിഡുമാണ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. സോ എഥിലീൻ ആക്ച്വലി 2 ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, ഇൻഹിബിഷൻ ഉണ്ട്. കൂടുതൽ അവർ ചെയ്യുക ഇൻഹിബിഷൻ ആണ്. അപ്പൊ ഇൻഹിബിറ്റേഴ്സിലാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. ആരെ? എഥിലീൻ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. 2 ആക്ടിവിറ്റി ഉള്ള ഏത് ഹോർമോൺ എന്ന് ചോദിച്ചാൽ പറയണം, വിച്ച് ഇസ് എഥിലീൻ. പക്ഷെ എന്നിരുന്നാലും അവരെ അവര് ഇൻഹിബിഷൻ ആയതുകൊണ്ട് അവര് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, സോ ഓക്സിൻസ്, ജിബെർലിക് ആസിഡ്, സൈറ്റോകൈനിൻസ്, എഥിലീൻ ആൻഡ് ആബ്സിസിക് ആസിഡ്. 5 എണ്ണം. ഓക്കെ, ഇനി അപ്പൊ നമ്മള് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞല്ലേ. പ്രൊമോട്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവർ എന്തൊക്കെയാ ചെയ്യുക? നമുക്ക് പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫ്ലവറിങ്, ഫ്രൂട്ടിങ്, സീഡ് ജെർമിനേഷൻ, പിന്നെന്താ സെൽ ഡിവിഷൻ കൂട്ടുക, സെൽ ഇലോങ്ങേഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഒരു പോസിറ്റീവായ സാധനങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ആര്? നമ്മുടെ പ്രൊമോട്ടേഴ്സ്. അതേപോലെ ഏജ് ആവുന്ന തടയുക, ഡിലേ സെനസൻസ്, ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നവരാണ് പ്രൊമോട്ടേഴ്സ്. ഇനി ഇൻഹിബിഷൻ എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് ചെയ്യുക. വൺ ഇസ് ഡോർമൻസി, അതർ വൺ ഇസ് അബ്സിഷൻ. അബ്സിഷൻ എന്ന് വെച്ചാൽ എന്താ? കൊഴിഞ്ഞു പോവുക. ഓക്കെ, സോ അബ്സിഷൻ കൂട്ടാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഫ്രൂട്ടും ഫ്ലവേഴ്സും ഒക്കെ കൊഴിഞ്ഞു പോകുന്നത് കൂട്ടുക. നല്ല കാര്യമാണോ അത്? നമ്മൾ ആലോചിക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്നതിന്റെ റേറ്റ് കൂട്ടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നല്ല കാര്യമല്ല അല്ലെ. പക്ഷെ എന്നിരുന്നാലും പ്ലാന്റ്സിന് അതും ആവശ്യമാണ്. അബ്സിഷൻ വരെയൊക്കെ നടന്നിട്ടില്ലെങ്കിലും പ്ലാന്റ്സിന് പ്രശ്നമാണ്. സോ അബ്സിഷനും അതേപോലെ ഡോർമൻസി. എന്താ ഡോർമൻസി എന്ന് വെച്ചാ? ഡോർമൻസി നിങ്ങൾക്ക് അറിയാലോ. സോ ഡോർമൻസി കൂട്ടുക, അതേപോലെ അബ്സിഷൻ കൂട്ടുക. ഈ 2 പേര് വരെയാണ് ആരുടെ ജോലി? എഥിലീന്റെയും ആബ്സിസിക് ആസിഡിന്റെ. 3 ആളെ ജോലി ബാക്കിയുള്ള ഫ്രൂട്ടിങ്, ഫ്ലവറിങ്, ജെർമിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടുന്നവരാണ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, ഇനി ഇവരൊക്കെ എവിടെ നിന്നാണ് എടുത്താൽ എന്ത് ഡെറിവേറ്റീവ് ആണ് കെമിക്കലി ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്സിജൻ is an ഇൻഡോൾ ഡെറിവേറ്റീവ്. ഏതാ? ഇൻഡോൾ ഡെറിവേറ്റീവ് ആണ് ഓക്സിജൻ. ജിബെർലിക് ആസിഡ് is terpene derivative. ഇതിന്റെ terpene. സൈറ്റോകൈനിൻ is purine derivative. പ്യൂരിനില് നിങ്ങൾക്കറിയാം, പ്യൂരിൻ എന്ന് വെച്ചാൽ ഏതാ? പ്യൂരിനുണ്ട്, പിരമിഡിനും അല്ലെ. പ്യൂരിനില് അഡനിൻ ഡെറിവേറ്റീവ് ആണിത്, നമ്മുടെ സൈറ്റോകൈൻ. എഥിലീൻ is gaseous. ഓൺലി gaseous ഹോർമോൺ ആണ് എഥിലീൻ. ഓക്കെ, ഗ്യാസ് ഡെറിവേറ്റീവ് ആണ് എഥിലീൻ. ആബ്സിസിക് ആസിഡ് is കാരോട്ടിൻ ആണ്. കാരോട്ടിനാണ്. അപ്പൊ ഓരോന്നും എന്ത് ഡെറിവേറ്റീവ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കണം. ഓക്സിൻ അല്ലേ? ഇൻ ഫോർ ഇൻഡോൾ, അങ്ങനെ ആലോചിക്കാം. ഓക്സിൻ, ഇൻഡോൾ. ഓക്കെ, ജിബെർലിക് ആസിഡ് ഞാൻ പൊതുവെ പറയാൻ ഓർമ്മിക്കാൻ ടെർജിഡിറ്റി എന്നുള്ള ഒരു വേർഡ് ആലോചിക്കാം. ടെർജിഡിറ്റി, ടെർജിഡിറ്റി. കൈനിൻ, പ്യൂരിൻ ഓർ അഡനിൻ എല്ലാം 9 ഇൻ സൈറ്റോകൈൻ. ഓക്കെ, ആക്ച്വലി ഓൺലി ഗ്യാസസ്. ആകെ ഒരു ഗ്യാസസ് ഹോർമോണേ ഉള്ളൂ. അതിപ്പോ ഗ്യാസ് റിലേറ്റഡ് എന്ത് ചോദ്യം ചോദിച്ചാലും മനസ്സിലായിക്കൊള്ളുക, അത് ചെയ്യുന്നത് എഥിലീൻ ആണ് കേട്ടോ. ഇനി ആബ്സിസിക്, ഏറ്റവും ലാസ്റ്റുള്ള ആബ്സിസിക് ആസിഡ്. ഓക്കെ, ഞാനത് അബ്കാരി എന്നൊക്കെ ആലോചിക്കാറ്. കാർ അല്ലെങ്കിൽ കാറിന്റെ ABS നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാറിന് ABS സിസ്റ്റം എന്നൊക്കെ എങ്ങനെയായാലും അബ്കാർന്നോ വാട്ടവർ, അല്ലെങ്കിൽ ABC അങ്ങനെ ആലോചിക്കാം.
അങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. സോ ഓപ്ഷൻ ഇൻഡോൾ, ജിബർലിക് ആസിഡ് ടെർപ്പീൻ, cytokine purine, ethylene gaseous and abscisic acid, carotenoid derivative. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഹോർമോൺസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓരോരുത്തരുടെയും ഫംഗ്ഷൻ എന്താണ്, എന്തൊക്കെയാണ് അത് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതിന് മുന്നേ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മള് 15 വരെ ചെയ്തല്ലേ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Plant growth regulator which is a derivative of terpene. Terpene ആരാ? ജിബർലിക് ആസിഡ്. സോ ജിബർലിക് ആസിഡിന്റെ ഷോർട്ട് ആണ് GA. അതേപോലെ അബ്സിസിക് ആസിഡിന്റെ ഷോർട്ട് ആണ് ABA. ഓക്കെ, സോ ആൻസർ ഇസ് GA. E is the answer കേട്ടോ. ഇനി carotenoids may act as substrate for the formation is carotenoid. Carotenoid derivative ആരാടോ? Abscisic acid അല്ലേ? So answer ABA. B is the answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ഹോർമോൺ which is produced as per stress condition. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ ഹോർമോണിനെ പറ്റിയിട്ടും അവിടുത്തെ യൂസസിനെ പറ്റിയിട്ടും പഠിക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.